ഈ വെളുത്ത രക്തക്കണങ്ങൾ അധികമായിട്ട് തയ്യാറിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യും നിങ്ങൾ? ശരി, ഇപ്പോൾ ഒരു പഞ്ചസാരത്തിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട്. അത് നല്ലതായിട്ട് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളെന്ന് പറയൂ. എന്ത് വേണം? കരിമ്പ് വേണമല്ലോ. കരിമ്പ് വേണം. കരിമ്പില്ലാത്ത ആ ഫാക്ടറി നടക്കുവോ? ഷുഗർ ഫാക്ടറി ശരിയല്ലേ? അത് ഉണ്ടാവണം. അതെ, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഷുഗർ ഫാക്ടറി നടക്കുവോ? നടക്കില്ല സർ. നടക്കില്ല. നടക്കൂല. ശരിയല്ലേ? അതെ, പണിക്കാർ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നോക്കൂ, അവിടെ എല്ലാം വേണം. അവിടെ എല്ലാം വേണം. പണം മുടക്കുന്ന ആൾ വേണം, കെമിക്കൽസ് വേണം, എല്ലാം വേണം. അപ്പോൾ നടക്കും. പക്ഷേ ഈ പണിക്കാർ, കരിമ്പ്, പിന്നെ ഇലക്ട്രിസിറ്റി, ഈ മൂന്നിൽ യാതൊന്നും ഇല്ലെങ്കിലും ആ ഫാക്ടറി നടക്കുകയില്ല അല്ലേ? ഇതേപോലെ ഞങ്ങളുടെ ശരീരത്തിലുള്ള ഈ വെള്ള രക്തങ്ങളുണ്ടല്ലോ, ആ ഫാക്ടറി ശരീരം നടക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഊണ് കഴിക്കണം. ഭക്ഷണം. ഇപ്പോൾ ഞങ്ങൾ എണീറ്റ് നടക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സാമർഥ്യം വേണ്ടേ? അതെവിടെ നിന്ന് കിട്ടും? ഭക്ഷണം കൊണ്ടുവരും. നിങ്ങളൊരു 1/2 kg അധികം വെയ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ലോണം ഭക്ഷണം കഴിച്ചാലേ അധികം വെയ് ചെയ്യും, അല്ലയോ? അതേപോലെ വെളുത്ത രക്തകണങ്ങൾ അധികമാണെങ്കിൽ നല്ലോണം കഴിക്കണം ഭക്ഷണം. ഭക്ഷണം കഴിക്കണം. ഊണ് കഴിക്കുന്ന പറഞ്ഞാൽ എന്താണ്? ഡെയിലി ഒരു 200-300 രൂപ ചെലവ് ചെയ്തിട്ട് കഴിക്കുന്നതാണോ? നിങ്ങളെന്താ അങ്ങനെ ചെയ്യുന്നോ? ഡെയിലി 200-300 രൂപ ചെലവ് ചെയ്തിട്ട് നല്ല ആയിട്ടിരിക്കണോ പറഞ്ഞിട്ട് ചെലവ് ചെയ്യുന്നോ? നിങ്ങളെന്ത് അധികം ചെലവ് ചെയ്യുന്ന ആവശ്യമേ ഇല്ല. നിങ്ങൾ വീട്ടിൽ എന്ത് ഭക്ഷണം ചെയ്യുന്നോ അതേ കഴിച്ചോളൂ. ഒരേ ഒരു കണ്ടീഷൻ പറഞ്ഞാൽ നിങ്ങൾ ദിവസത്തിന് 3 നേരം നല്ലതായിട്ട് ഭക്ഷണം കഴിക്കണം. മനസ്സിലായോ? എന്ത് ചെയ്യണം? ശരിയായിട്ട് ദിവസത്തിന് 3 നേരം നല്ലോണം ഭക്ഷണം കഴിക്കണം. വീട്ടിലെന്ത് ചെയ്യുന്നോ അതേ കഴിച്ചോളൂന്ന്. മനസ്സിലായോ? എല്ലാ വിധത്തിന്റെ പച്ചക്കറിയും നിങ്ങൾ കഴിക്കാം. അത് കഴിക്കുന്നതാണ്. മനസ്സിലായോ? പച്ചയിലുള്ള എല്ലാ സാധനവും കഴിക്കാം. ഏത് കഴിച്ചാലും നല്ലോണം വേവിച്ച് കഴിച്ചാൽ നല്ലതാണ്. മനസ്സിലായല്ലേ? എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം. പാല്, നെയ്യ്, തൈര്, ഈ 3 വിധം എപ്പോഴും നല്ലതായിട്ട് കഴിക്കാം. നിങ്ങൾ വീട്ടിലുണ്ടായാൽ അത് കഴിച്ചിട്ടേ ശുദ്ധമാണ്. മനസ്സിലായോ? നമ്മളിപ്പോൾ ചിക്കന്, മട്ടന്, പിന്നെ മീൻ ഇതെല്ലാം കഴിച്ചോണ്ടുണ്ട് നമുക്ക് നല്ലതാവണുണ്ട് എന്ന് പറഞ്ഞാൽ കഴിച്ചോളൂ. അതിലും പൗഷ്ടികാംശങ്ങൾ ഉണ്ടാവും. പ്രോട്ടീൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, എല്ലാ അംശങ്ങളുണ്ട്. മനസ്സിലായോ? ഫാറ്റ് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. കഴിക്കാം. ഒരു പ്രത്യേക സംഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദിവസവും 2 കോഴിമുട്ട തീർച്ചയായിട്ട് കഴിക്കുക. കോഴിമുട്ട എന്തിനു പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും ഒരു കുറവ് ഇതിനെ വരുത്തില്ല. എവിടെ വേണം കിട്ടും. ശരിയല്ലേ? പിന്നൊരു ഇതിന്റെ വൈശിഷ്ട്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് ജീർണമാവും. നിങ്ങൾ മട്ടൺ കഴിക്കൂ, ഇല്ലെങ്കിൽ നെയ്യ് കുറച്ച് അധികം ഇട്ടിട്ട് ഊണ് കഴിക്കൂ, ജീർണാവാൻ താമസിക്കൂ. മട്ടൺ കഴിച്ചാലേ ഒരു 4-5 മണിക്കൂറെങ്കിലും വേണം. മനസ്സിലായോ? പക്ഷേ മുട്ട അങ്ങനെയല്ല, 1/2 hour അത് ജീർണാവും. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞിട്ട് നോൺ വെജ് കഴിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞല്ല ഞാൻ. ഇത് മുട്ട ആയെങ്കിൽ വളരെ എളുപ്പമായിട്ട് കിട്ടും, എളുപ്പമായിട്ട് ജീർണാവും. പിന്നെ 2 മുട്ട കഴിച്ചാൽ 100 ഗ്രാം നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടും. വേറെ യാതൊരു ഫുഡിലും ഇത്ര പ്രോട്ടീൻ കിട്ടില്ല. മീൻ കഴിച്ചാലും കൊള്ളാം. പക്ഷേ ഈ മുട്ട എന്തിനു പറയുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമായിട്ട് കിട്ടും, വളരെ കുറഞ്ഞ വിലത്തിന് കിട്ടും, വളരെ വേഗം ജീർണാവും. പിന്നെ ഈ 100 ഗ്രാം പ്രോട്ടീൻ എടുത്താൽ 99% അത് ഉപയോഗത്തിന് വരും. വേറെ ഏത് ആഹാരവും ഇത്ര ഉപയോഗത്തിന് വരില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് പറയുന്നു? ദിവസത്തിന് 3 നേരം നല്ലോണം ഭക്ഷണം കഴിക്കുക. അതിൻ്റെ ഒക്കെ ഡെയിലി 2 കോഴിമുട്ട വേവിച്ചത് വളരെ നല്ലതാണ്. വേവിച്ചിട്ട് കഴിക്കുക. വേണമെങ്കിൽ ആംലെറ്റ് ആക്കിയിട്ടും കഴിക്കാം. മനസ്സിലായോ? ഇല്ലെങ്കിൽ ചൂട് പാലിനെ കൂട്ടിയിട്ട് കഴിക്കാം. അത് നിങ്ങളെ ഇഷ്ടം. ഇത് നിങ്ങൾ ജീവമാനം ഇടി ചെയ്യണം.
ഇപ്പോൾ നിങ്ങൾ പൂജ പുരസ്കാരമുണ്ട്, മറ്റേതുണ്ട്, അമ്പലത്തിൽ പോകണം, അവിടെ പോകണം, നമാസ് ചെയ്യണം, പിന്നെ വേറെ എവിടെ നല്ല ചടങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് നിർത്താൻ പാടില്ല. ഇത് നിർത്തിച്ചാൽ അത് ബാധിക്കും. അപ്പോൾ അതിനും ഇതിനും അത്ര ഒരു കണക്ഷൻ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ഇവിടെ എന്താ ഞങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹെൽത്താണ് വേണ്ടത്. നമ്മൾ അധികം ജീവിക്കണം, നല്ലതായിട്ട് ജീവിക്കണം. മനുഷ്യന് ഇത്ര തന്നെ വേണ്ടതാണ്. മനസ്സിലായില്ലേ? ഇതന്നെ നിങ്ങൾ ജീവമാനായിട്ട് ചെയ്താൽ 30 40 ഇനിയും അധികം നിങ്ങൾ ജീവിക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾ വെളുത്ത രക്തക്കണങ്ങൾ അധികം ചെയ്യുന്ന ഫാക്ടറി നടക്കണമെങ്കിൽ എന്താ മുഖ്യമായിട്ട് വേണ്ടത്? നല്ല ഭക്ഷണം. മനസ്സിലായില്ലേ? എനിക്കത് വേണ്ട, ഇത് വേണ്ട, മറ്റത് വേണ്ട, അതെല്ലാം പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾ നല്ലൊരു വീട് കെട്ടണമെങ്കിൽ എന്തെല്ലാം വേണോ? കല്ല് വേണോ, ഇരുമ്പ് വേണോ, സിമെൻറ്റ് വേണോ, എല്ലാ വസ്തുക്കളും വേണോ? ഇതെല്ലാം ചേർന്നിട്ട് നല്ലതായിട്ട് കെട്ടിയാലേ ആ വീടിനൊരു ഉറപ്പ് വരും, അല്ലേ? അതേപോലെയാണ് ഈ മനുഷ്യദേഹം. എല്ലാ നല്ല പൗഷ്ടികാംശമുള്ള ആഹാരം കഴിച്ചാൽ നമ്മളെ ശരീരത്തിന് ഒരു ഉറപ്പ് വരും. മനസ്സിലായില്ലേ? നല്ലോണം നടക്കണം. ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു 5 കിലോമീറ്റർ നടന്നാൽ നിങ്ങളുടെ രക്തസഞ്ചാരം നല്ലതായിട്ട് നല്ല ആരോഗ്യം കിട്ടും. രക്തസഞ്ചാരം എത്ര അധികമാവോ അത്രത്തോളം ഈ വെളുത്ത രക്തകണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അധികമാവും. പിന്നെ ആഹാരം കഴിക്കണമെന്ന് തോന്നുന്നു, നല്ല വിശപ്പ് ഉണ്ടാവും, നല്ല ജീർണ പ്രക്രിയ ഉണ്ടാവും. നമ്മൾ കണ്ടത്തിലൊക്കെ പണിയെടുക്കില്ല. ഒരു കണ്ടത്തിൽ ജോലി എടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. അത് നല്ല വ്യായാമമാണല്ലോ. അത് നല്ല ഒരു വ്യായാമം ഉള്ള പോലെ തന്നെ ഞങ്ങൾ കണ്ടത്തിൽ പോയിട്ട് നല്ല കൈക്കാൽ അടച്ചിട്ട് നല്ല ജോലി ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടാവും. പിന്നെ കുറച്ച് അധികം കഴിക്കണം എന്ന് തോന്നും. നിങ്ങൾ വീട്ടുണ്ടായാൽ കുറച്ച് കുറവന്നെ ഭക്ഷണം കഴിക്കൂ. അതേ നിങ്ങൾ കണ്ടത്തിൽ പോയിട്ട് നല്ല ജോലി ചെയ്താലോ കുറച്ചധികം ചോറ് കഴിക്കൂ, ഭക്ഷണം കുറച്ച് അധികം തന്നെ കഴിക്കൂ, അല്ലേ? അതിനാണ് പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ അറിവുള്ളവന് യാതൊരു രോഗം ബാധിക്കൂല എന്ന് പറയുന്നു. അയാൾ നല്ല ഭക്ഷണം കഴിക്കുന്നു, അതുകൊണ്ട് ആരോഗ്യമായിട്ടിരിക്കുന്നു അയാൾ. താല്പര്യം എന്ത് പറഞ്ഞാൽ നല്ല ഭക്ഷണം നല്ലോണം കഴിച്ചാൽ വെളുത്ത രക്തകണങ്ങൾ അധികമായിട്ട് നല്ല ആരോഗ്യം കിട്ടുമെന്നുള്ളതാണ്. ഈ പൗഷ്ടികാംശമുള്ള ആഹാരം പിന്നെ വ്യായാമം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്ക്. ഈ ഉറക്ക് പറഞ്ഞാൽ വേറൊന്നുമില്ല, നിങ്ങളെ ഈ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുന്നതാണ്. ബ്രെയിനിന് നിങ്ങൾ റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ എന്താവും? മനസ്സിലായില്ലേ? എന്തിനു പറഞ്ഞ ഈ ബ്രെയിന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നിങ്ങളെ എല്ലാ അംഗങ്ങളും അത് കൺട്രോൾ ചെയ്യും. അതിന് റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. വെളുത്ത രക്തകണങ്ങൾ പ്രൊഡക്ഷൻ ആവില്ല, ഊണ് കഴിക്കണമെന്ന് തോന്നില്ല, ഊണ് കഴിക്കാൻ പോയാൽ കാറിപ്പോവും. അത്രത്തോളം പവർഫുള്ളാണ് നമ്മളെ ബ്രെയിന്. മനസ്സിലായോ? നിങ്ങൾ ഊണ് കഴിച്ചിട്ടില്ല, അധിക ടെൻഷൻ ആക്കിന് വെക്കാം, വെളുത്ത രക്തകണങ്ങളുടെ പ്രൊഡക്ഷൻ നിന്ന് പോകും. മനസ്സിലായില്ലേ? ഇതൊരു വിചാരം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചിന്തനങ്ങൾ അധികം ചെയ്താൽ അത് അഗ്നിയായിട്ട് മാർപ്പെടും. അതുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. താല്പര്യം എന്താണ്? നിങ്ങൾ അധികം ചിന്ത ചെയ്താൽ നിങ്ങൾ മരിച്ചു പോവും. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ, നിങ്ങൾ അധിക ചിന്ത ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരില്ല. മനസ്സിലായില്ലേ? ഉറക്കം വരുന്നില്ല, ചിന്ത അധികം പറഞ്ഞാൽ വിശപ്പ് ഉണ്ടാവില്ല, ഊണ് വയ്ക്കാനും ആവില്ല. അതുകൊണ്ട് വെളുത്ത രക്തകണം പ്രൊഡക്ഷൻ ചെയ്യുന്ന ഫാക്ടറി വർക്ക് ചെയ്യില്ല. 6 മാസം മതി. ഊണ് കുറവ്, ഉറക്ക് കുറവെന്ന് അങ്ങനെ പറഞ്ഞാൽ പുറമേ നിന്ന് എല്ലാ രോഗാണുക്കളും നിങ്ങളെ ദേഹനെ ബാധിക്കാൻ തുടങ്ങും. മനസ്സിലായില്ലേ? നമ്മളെ നടുവിൽ തന്നെ HIV വന്ന ആൾക്കാർ അവർ എങ്ങനെ ഉണ്ടാവും? അത് വന്നെന്ന് അറിഞ്ഞ പാട് അപ്പോൾ തന്നെ എല്ലാം പേടിച്ചിട്ട് 6 മാസത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് 2 കൊല്ലത്തിനുള്ളിൽ മരിച്ചു പോവും. അത് സ്വയം കൃതാപരാധമാണ്. എന്തിനെന്ന് പറഞ്ഞാൽ ഇത് വന്നപാട് അങ്ങനെ പേടിക്കുന്ന ആവശ്യമില്ല. അങ്ങനെ പേടിച്ചാൽ എന്താവൂ? 15 ദിവസത്തിൽ മരിച്ച ആളും ഉണ്ട് പേടിച്ചിട്ട്. ചില ആൾക്കാർ സൂയിസൈഡും ചെയ്യും. ബാക്കിയുള്ളവർ 80% ആൾക്കാർ ഊണും ഉറക്കും എല്ലാം വിട്ടിട്ട് 2 കൊല്ലമാകുമ്പോൾ അവരും മരിക്കും. പക്ഷെ ഈ HIV ഉണ്ടല്ലോ, ആര് വിചാരിച്ച പോലെ ഒരിക്കലത്തേക്ക് ആരെ കൊല്ലുന്നില്ല. ശരീരത്തിലുള്ള വെളുത്ത രക്തക്കണങ്ങൾ സമ്പൂർണ്ണമായിട്ട് നശിച്ചിട്ട് പോയ പിന്നെയാണ് മരിക്കുക. അത് കുറഞ്ഞിട്ട് പോകാൻ 10-20 കൊല്ലം എങ്ങനെ എടുക്കും? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാ വിഷയവും പറഞ്ഞിട്ടുണ്ട്. ദിവസം നല്ല ഭക്ഷണം കഴിക്കുക, 2 മുട്ട കഴിക്കുക, നല്ല വർക്ക് ചെയ്യുക, നല്ല ഉറക്കെടുക്കുക എന്നിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ പോലെ ഉണ്ടായാൽ നിങ്ങൾ നല്ലോണം ജീവിക്കാം. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ അറിഞ്ഞു.